ഇന്നത്തെ ചിന്ത, വചനത്തിൽ നിന്നുള്ള ചിന്ത, പ്രേ വിത്ത് എ പേർപ്പസ്. ഹല്ലേലൂയ. നമ്മളൊരു ഉദ്ദേശം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മളെ ഒരു ഉദ്ദേശം വെച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഐ വിൽ പ്രേ വിത്ത് എ പേർപ്പസ്. ഞാൻ ഇന്ന് ഉദ്ദേശം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. തിരുവചനം പറയുന്നു, നമുക്ക് ധൈര്യമുണ്ട്. വി ആർ കോൺഫിഡൻറ്റ്. ഹല്ലേലൂയ. എന്തിനാണ് കോൺഫിഡൻസ്? എന്തിനാണ് ധൈര്യമുള്ളത്? ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെയായി പോകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഹല്ലേലൂയ, എനിക്കതിന് മറുപടി ലഭിക്കും. എനിക്കത് ലഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം. എന്നിട്ട് 15-ാം വാക്യം പറയുന്നു, അതിൻ്റെ 15 പറയുന്നു, and since we know he hears us when we make our request, we also know that he will give us what we ask for. അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ധൈര്യം അതൊന്ന്. 2, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നാം കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അത് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പ്. അപ്പം 2 കാര്യത്തിനെക്കുറിച്ച് ഇന്ന് വചനം പറയുന്നത്. 1, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. 2, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുക മാത്രമല്ല അതിന് മറുപടി തരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. നമ്മൾ വെറുതെ ഏതോ ഒരു കല്ലിനെയോ തടിയോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ അപേക്ഷകളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതും. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നാം അപേക്ഷിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ദൈവസന്നിധിയിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ ആ കർത്താവ് ഇനിയും കേൾക്കുവോ എന്തോ, ഇനി ഞാൻ ഈ അപേക്ഷിച്ചതൊക്കെ എനിക്ക് മറുപടി കിട്ടുമോ എന്തോ, ആ ഒരു മനോഭാവത്തിലല്ല, ആറ്റിറ്റ്യൂഡിലല്ല ദൈവസന്നിധിയിലിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നു. ഹല്ലേലൂയ. ഈ ഒരു ധൈര്യവും ഉറപ്പും നമ്മൾക്കുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ. മത്തായിയുടെ സുവിശേഷം